ഏദൻ തോട്ടത്തിൽ നിന്നും ദൈവം വെളിയിൽ ആക്കിയ ആദാമിൻ്റെ സന്തതികൾ പരിഷ്കാരികളായിരുന്നു, കൃഷിയിൽ അഗ്രഗണ്യരായിരുന്നു. നഗരവൽക്കരണം, വ്യവസായവൽക്കരണം, കലാകാരന്മാർ, കവികൾ, സംഗീതജ്ഞർ, ഭൂമിയിലെ വിഭവ സമാഹാരത്തിൽ മുന്തിയവർ, ഭൗതികമായി അതുല്യമായ ശക്തിയുള്ളവർ, ഭാഷാ നൈപുണ്യമുള്ളവർ. എന്നിട്ടും അവർ ക്രൂരന്മാരായിരുന്നു, ദുർമാർഗികളായിരുന്നു, മറ്റുള്ളവരെ കൊല ചെയ്യുവാൻ മടിക്കാത്തവരായിരുന്നു. എന്തുകൊണ്ട്? ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ദൈവത്തെ വിട്ട് അകന്ന് ജീവിക്കുവാൻ തീരുമാനിക്കുന്ന ഒരു തലമുറയുടെയും ദൈവത്തോട് കൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയുടെയും ചരിത്രവും ഈ പുസ്തകത്തിൽ ആരംഭം കുറിക്കുകയാണ്. ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് ആദം സൃഷ്ടിക്കപ്പെട്ടതെങ്കിലും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തിയ ആദമിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് തൻ്റെ തലമുറകൾ ജനിക്കുന്നത്. വിശുദ്ധ പൗലോസിൻ്റെ ഭാഷ്യത്തിൽ ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 8 മുതൽ 5-ാം അധ്യായത്തിൻ്റെ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. ഇന്ന് നാം ജീവിക്കുന്ന യുഗത്തെ അത്യാധുനിക യുഗമെന്നാണല്ലോ അറിയപ്പെടുന്നത്. ശാസ്ത്രത്തിൻ്റെ വളർച്ച സകലതും എളുപ്പമാക്കി തന്നു എന്ന് തോന്നുന്നു. ഒന്നിനും കാത്തു നിൽക്കേണ്ടതില്ല, എല്ലാം അവരവരുടെ സൗകര്യത്തിന് ലഭ്യമാക്കി തരും. വിവരസാങ്കേതിക വിദ്യ, വൈദ്യ ചികിത്സാ രംഗത്തെ വളർച്ച, യാത്രാ സൗകര്യങ്ങൾ, അങ്ങനെയെല്ലാം. എന്നാൽ സംഘർഷങ്ങൾക്ക് മാത്രം ഒരു അയവും കാണുന്നില്ല. വ്യക്തികളിൽ, കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ മനുഷ്യർ കൂടുതൽ ക്രൂരത കാട്ടുന്നു. കുറ്റകൃത്യങ്ങൾ പെരുകുന്നു. അഴിമതി, അന്യായം, തീവ്രവാദം ഒന്നിനും ഒരറുതിയില്ലാത്തതുപോലെ കാണുന്നു. എന്താണിതിന് കാരണം? എന്താണിതിൻ്റെ അവസാനം? മനുഷ്യ ചരിത്രത്തിൽ എന്നും 2 വംശത്തെ കാണുന്നുണ്ട്. 2 തരം കുടുംബങ്ങൾ, 2 തരം സമൂഹങ്ങൾ, സംസ്കാരങ്ങൾ. ഒന്ന് മതാചാരപരം, മറ്റേത് മതനിരപേക്ഷം. സെക്കുലർ ആൻഡ് സേക്രഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഒന്ന് ലൗകികം, മറ്റേത് അലൗകികം. ഒന്ന് ഭൗതികം, മറ്റേത് ആത്മീയം. ഒന്ന് ദൈവത്തിൻ്റെ കുടുംബം, മറ്റേത് സാത്താൻ്റെ കുടുംബം. ഒന്ന് ദൈവത്തെ വേണ്ടിയവരും വേണ്ടാത്തവരും. ലോകത്തിൽ കാണുന്ന സകല ഏറ്റുമുട്ടലുകളും ഈ 2 സംസ്കാരങ്ങൾ തമ്മിലാണ്. അതിപ്പോൾ മതത്തിനുള്ളിൽ കാണപ്പെടുന്ന ഏറ്റുമുട്ടലുകളും ഈ 2 കൂട്ടർ തമ്മിലാണ്. ഈ 2 സംസ്കാരങ്ങളുടെ ഉൽപ്പത്തിയെക്കുറിച്ച് പഠിച്ചാൽ ഇന്ന് നാം കാണുന്ന സംഘർഷങ്ങളുടെ കാരണം മനസ്സിലാകും. വിശുദ്ധ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലാണ് ഈ 2 വംശത്തിൻ്റെ ആരംഭം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തോട് മറുതലിച്ച് പാപം ചെയ്തതിനാൽ ഏദനിൽ നിന്നും പുറത്താക്കപ്പെട്ട മനുഷ്യനും അവനുണ്ടായ 2 മക്കളും മൂത്തവൻ ഇളയവനെ കൊലപ്പെടുത്തി. ദൈവം മൂത്തവനായ കായീനെ തള്ളിക്കളഞ്ഞു. കായീൻ ദൈവത്തിന് സ്വീകാര്യനല്ലായിരുന്നു എന്നതായിരുന്നു അവൻ തള്ളപ്പെട്ടതിൻ്റെ മൂലകാരണം. ദൈവത്തിൽ നിന്നും അകലെപ്പോകുവാൻ കായീൻ തീരുമാനിച്ചു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 26 വരെ നാം വായിക്കുന്നത് ആദ്യ കുടുംബത്തിൻ്റെ അപ്രധാനങ്ങളായ ചില വിവരങ്ങളല്ല, പിന്നെയോ നാഗരികതയുടെ, സംസ്കാരങ്ങളുടെ, മനുഷ്യ സമൂഹത്തിൻ്റെ അതിപ്രധാന ഘട്ടങ്ങളിൽ ഒന്നാണ് പ്രളയത്തിനു മുൻപുള്ള മനുഷ്യ ചരിത്രം. ജലപ്രളയം സകലത്തെയും നശിപ്പിച്ചു എന്ന് മാത്രമല്ല, ഭൂമിക്ക് തന്നെ ഈ പ്രളയം രൂപമാറ്റം വരുത്തി.
അങ്ങനെ ആദ്യത്തെ സംസ്കാരം മൊത്തം ഇല്ലാതായി. ഇന്ന് പുരാവസ്തു ഗവേഷകർ കുഴിച്ചെടുക്കുന്നത് മിക്കവാറും പ്രളയാനന്തര ലോകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ മാത്രമാണ്. പ്രളയത്തിനു മുൻപുള്ള ചരിത്രം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ മാത്രമേ മനുഷ്യന് ലഭ്യമായിട്ടുള്ളൂ. എല്ലാം കൊണ്ടും വ്യത്യസ്തമായ ഒരു ഭൂമിയായിരുന്നു അന്നത്തേത്. പൂർണ്ണനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ ആദ്യ തലമുറ, അവർ ഓരോരുത്തരും ജീവിച്ച പ്രായം തന്നെ അത് വ്യക്തമാക്കുന്നതാണ്. അന്ന് മരണം കുറവും ജനനം കൂടുതലുമായിരുന്നു. കാരണം തീവ്രതയല്ലാത്ത കാലാവസ്ഥ, മലിനപ്പെടാത്ത പരിസ്ഥിതി, തികച്ചും മനുഷ്യവാസമായ ഭൂമി. 900 വയസ്സുവരെ ജീവിക്കണമെങ്കിൽ എത്ര ആരോഗ്യവാന്മാരായിരിക്കണം ഇല്ലേ? ഏതൊരു മേഖലയിലും അനുഭവ സമ്പത്തും ഉൽപ്പാദനക്ഷമതയും ഏറെയായിരുന്നു. അത്യധികം സൃഷ്ടിപരവും ശക്തിമത്തും ആരോഗ്യ ദൃഢഗാത്രരും അസാമാന്യ ബുദ്ധിശക്തിയുമുള്ള ഒരു സമൂഹമായിരുന്നു അത്. പാപം മൂലമുണ്ടായ ശാപം എല്ലാ നിലയിലും അവരെ ക്ഷയിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്നാലും ആരംഭമായിരുന്നല്ലോ. ഇതേക്കുറിച്ച് മനുഷ്യന് ലഭ്യമായ ഒരേ ഒരു രേഖ ഉൽപ്പത്തി പുസ്തകത്തിൽ അതിൻ്റെ 4-ാം അധ്യായത്തിൽ മാത്രമാണ്. ആദ്യത്തെ 1600-ൽ പരം വർഷത്തെ ചരിത്രമാണ് ഈ 4-ാം അധ്യായത്തിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് മൊത്തം 2 കുടുംബങ്ങളെ ചുറ്റിപ്പറ്റിയാകുന്നു: കായീൻ, ശേത്ത്. ഇന്നും ഭൂമിയിൽ 2 വംശങ്ങളേ ഉള്ളൂ. ദൈവത്തെ വിളിക്കുന്നവരും വിളിക്കാത്തവരും. സ്വന്തം സഹോദരനെ കൊലപ്പെടുത്തിയ കായീനിൽ നിന്ന് വന്നതെല്ലാം ദുഷ്ടതയാണ്. ആ വംശത്തിൻ്റെ ക്ലൈമാക്സ് ലാമെഖ് എന്ന ഒരുവനിലൂടെ പറഞ്ഞിരിക്കുന്നു. നീതിമാനായ ശേത്തിലൂടെ വന്നതെല്ലാം നല്ലതാണ്. ആ വംശത്തെക്കുറിച്ച് 4-ാം അധ്യായത്തിൽ ഏനോസിലൂടെയും 5-ാം അധ്യായത്തിൽ ഹാനോക്കിലൂടെയും വിവരിച്ചിരിക്കുന്നു. ചരിത്രത്തിൻ്റെ അവസാനം വരെ ഈ 2 കൂട്ടരും ഒരുമിച്ച് വസിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 24 വരെ വായിച്ചാൽ പ്രധാനപ്പെട്ടതായി ഒന്നുമുള്ളതായി തോന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടതിനാൽ മനുഷ്യൻ ആശ്ചര്യകരമാം വിധം സൃഷ്ടിപരതയുള്ളവനാണ്. അവൻ്റെ കരവിരുത് ഇതൊന്നും ദൈവം സൃഷ്ടിച്ച മറ്റൊരു ജീവിക്കുമുള്ളതല്ല. ഈ ഭൗതിക സംസ്കാരവും മനുഷ്യന് വേണ്ടിയുള്ള ദൈവിക കരുതലിൽ ഉൾപ്പെടുന്നു. എന്നാൽ അത് മെച്ചപ്പെടുകയല്ല, നശിപ്പിക്കുവാനായി ഉപയോഗിക്കുകയാണ് മനുഷ്യൻ ചെയ്യുന്നത്. മനുഷ്യൻ ഇന്ന് ഇത്രയും സർഗശക്തി ഉള്ളവനെങ്കിൽ ആദ്യ തലമുറകളിൽ എത്ര അധികം ആയിരുന്നിരിക്കും അത്. പുതുമയും നവീനത്വവുമുള്ള മനസ്സിൻ്റെ ഉടമ, നൂറ്റാണ്ടുകൾ ജീവിക്കുന്ന, അതും സകലവും ഉടനെ ലഭ്യമാകുന്ന ഫലസമൃദ്ധമായ ഭൂമിയിൽ പ്രകൃതിക്ഷോഭങ്ങളോ കാലാവസ്ഥാ വ്യതിയാനങ്ങളോ ഇല്ലാത്ത സാഹചര്യം. 1600 വർഷങ്ങൾ കൊണ്ട് മനുഷ്യൻ പടുത്തുയർത്തിയ സംസ്കാരം അതുല്യമായിരുന്നു. എന്നാൽ കായീൻ ദൈവത്തെ ത്യജിച്ചു. അവന് പാപക്ഷമയുടെ ആവശ്യമില്ല എന്നവൻ തന്നെ പറഞ്ഞു. ദൈവത്തിനായുള്ളൊരു വാഞ്ച അവനിലില്ലായിരുന്നു. അവൻ പാപത്തെ സ്നേഹിച്ചു, പാപം ആസ്വദിച്ചു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് യാതൊന്നും പറയുന്നില്ല. കായീൻ്റെ വംശത്തിൽ ദൈവത്തിന് യാതൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. കായീൻ ഉഴന്നലയുന്നവനായി ജീവിച്ചു. ഉഴന്നലയുന്നത് അവൻ്റെ തെരഞ്ഞെടുപ്പും ന്യായവിധിയുമായിരുന്നു. കായീൻ അങ്ങനെ ആദ്യത്തെ അവിശ്വാസിയായി, നഷ്ടപ്പെട്ട പാപിയായി. ഓർക്കണം, ആദാമും ഹവ്വായും ദൈവവിശ്വാസികളായിരുന്നു. ദൈവത്തെ മാറ്റി നിർത്തിയുള്ള സമൂഹം പരിഷ്കാരികളാകാം, കൃഷിയിൽ അഗ്രഗണ്യരാകാം, നഗരവൽക്കരണം, വ്യവസായവൽക്കരണം, കലാകാരന്മാർ, കവികൾ, സംഗീതജ്ഞർ, ഭൂമിയിലെ വിഭവ സമാഹാരത്തിൽ മുന്തിയവർ, ഭൗതികമായി അതുല്യമായ ശക്തിയുള്ളവർ, ഭാഷാ നൈപുണ്യമുള്ളവർ. എന്നിട്ടും മനുഷ്യർ ക്രൂരരായി കാണപ്പെടുന്നു, ദുർമാർഗികളായി കാണപ്പെടുന്നു. എന്തിന്? മറ്റുള്ളവരെ കൊല ചെയ്യുവാൻ മടിക്കാത്തവരായി കാണപ്പെടുന്നു. സ്വയം ദൈവത്തെക്കാൾ ഉയർത്തുന്നവൻ. ദൈവം ഒരിക്കൽ അവരെ മുഴുവൻ ജലപ്രളയത്താൽ നശിപ്പിച്ചു. ആ ചരിത്രമാകുന്നു ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം മുതൽ നാം കാണുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വരെ നാം ചിന്തിച്ചു. ഇനിയും 8 മുതലുള്ള വാക്യങ്ങൾ
നമുക്കിന്ന് ചിന്തിക്കാം. ഞാൻ 8ഉം 9ഉം വാക്യങ്ങൾ വായിക്കാം. എന്നാറെ കായിൻ തൻ്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോക എന്ന് പറഞ്ഞു. അവർ വയലിലിരിക്കുമ്പോൾ കായിൻ തൻ്റെ അനുജനായ ഹാബേലിനോട് കയർത്തു, അവനെ കൊന്നു. പിന്നെ യഹോവ കായിനോട് നിൻ്റെ അനുജനായ ഹാബേൽ എവിടെ എന്ന് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല, ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനോ എന്ന് അവൻ പറഞ്ഞു. കായിൻ ദൈവത്തോട് പറയുന്നത് ശ്രദ്ധിക്കുക. വാസ്തവത്തിൽ അധികപ്രസംഗമാണല്ലേ. തൻ്റെ സഹോദരനോടോ ദൈവത്തോടോ യാതൊരു പരിഗണനയും ഇല്ല എന്നത് വ്യക്തമാണല്ലോ. താൻ ചെയ്ത തെറ്റിനെ മറയ്ക്കുവാനുള്ള ശ്രമമാണ് അവൻ ഇവിടെ നടത്തുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് മറച്ചു വെച്ചതൊന്നും വെളിപ്പെടാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കുകയില്ല എന്നത്രേ. നിങ്ങളുടെ ജീവിതത്തിലും ഏതെങ്കിലും വിധത്തിലുള്ള രഹസ്യ പാപമുണ്ടെങ്കിൽ നിങ്ങളും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമത്രേ ഈ പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ തന്നെ അവയെല്ലാം നിങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് നല്ലത്. കാരണം അവയെല്ലാം ദൈവസന്നിധിയിൽ വെളിപ്പെട്ട് വരുന്നൊരു ദിവസം വരുന്നു. അവിടുന്ന് ഇപ്പോൾ തന്നെ അവയെല്ലാം അറിയുന്നുമുണ്ട്. എന്നാൽ നിങ്ങൾ തന്നെ വാ തുറന്ന് അവയെല്ലാം ഏറ്റുപറയേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇതാ കായിൻ താൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ് ദൈവത്തെ ബോധിപ്പിക്കുവാനായിട്ടാണ് ഒരു ശ്രമം നടത്തുന്നത്. ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനോ? എത്ര നാണം കെട്ട ഒരു ഉത്തരവല്ലേ. ഇന്ന് നാമും മറ്റുള്ളവരെക്കുറിച്ച് പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറില്ലേ. 10ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അതിന് അവൻ അരുളി ചെയ്തത്, നീ എന്തു ചെയ്തു? നിൻ്റെ അനുജൻ്റെ രക്തത്തിൻ്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. എബ്രായ ലേഖനം 12ാം അധ്യായത്തിൻ്റെ 24ാം വാക്യത്തിൽ നാം ഇത് വായിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന്. കൊല ചെയ്തതിനെക്കുറിച്ച് ഹാബേലിൻ്റെ രക്തം സംസാരിച്ചു. ക്രിസ്തുവിൻ്റെ രക്തം വീണ്ടെടുപ്പിനെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും സംസാരിക്കുന്നു. 11ഉം 12ഉം വാക്യങ്ങളിൽ, ഇപ്പോൾ നിൻ്റെ അനുജൻ്റെ രക്തം നിൻ്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായ് തുറന്ന ദേശം നീ വിട്ട് ശാപഗ്രസ്തനായി പോകണം. നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനിമേലാൽ തൻ്റെ വീര്യം നിനക്ക് തരികയില്ല. നീ ഭൂമിയിൽ ഉഴന്നലയുന്നവൻ ആകും. ഈ ഭൂമിയുടെ മേൽ അല്ലെങ്കിൽ നിലത്തിൽ ഇന്നും ഒരു ശാപം നിലനിൽക്കുന്നുണ്ട്. മനുഷ്യൻ്റെ പാപം കാരണം നിലത്തിൻ്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഭൂമിയിൽ വളരെയധികം ഫലസമൃദ്ധമാകേണ്ട പല സ്ഥലങ്ങളിലും മനുഷ്യർ പട്ടിണി കൊണ്ട് മരിക്കുന്നത് നാം കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ നാം കൃഷി ചെയ്താൽ സമ്പാദിച്ചിരുന്ന ആ ഫലം ഇന്ന് എവിടെ പോയി? ഭൂമിയിൽ നിന്നും സമൃദ്ധിയായി വല്ലതുമൊക്കെ ഉണ്ടാക്കുവാൻ മനുഷ്യൻ ഇന്ന് പാടുപെടുകയാണ്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത വിഷം മുഴുവൻ അതിനു വേണ്ടിയിട്ട് മനുഷ്യൻ ഉപയോഗിക്കുകയാണ്. അത് മനുഷ്യന് തന്നെ വിപത്തായി പിന്നീട് തീരുന്നു. ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഹാബേലിൻ്റെ രക്തം നിലവിളിക്കുന്നു എന്നത് സത്യമാണ്. ഒരു സഹോദരനാൽ ചൊരിയപ്പെട്ട രക്തം. 13ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, കായിൻ യഹോവയോട് എൻ്റെ കുറ്റം പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകുന്നു. എൻ്റെ കുറ്റം എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് എൻ്റെ ശിക്ഷ എന്നത്രേ വരേണ്ടത്. കായിൻ്റെ ശിക്ഷ തനിക്ക് വഹിക്കാവുന്നതിനപ്പുറം ആണെങ്കിൽ എന്തുകൊണ്ട് അവൻ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് തെറ്റേറ്റു പറഞ്ഞ് തന്നെ തന്നെ ദൈവ കരുണയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തില്ല? അവന് വഹിക്കാൻ സാധിക്കാത്തതുപോലെ വലുതായിരുന്നു ആ ശിക്ഷ. പലർക്കും ഇന്ന് ശിക്ഷയാണ് പ്രശ്നം, തങ്ങൾ ചെയ്ത തെറ്റല്ല. എന്നാൽ കായിൻ ദൈവത്തെങ്കിലേക്ക് തിരിയുമെങ്കിൽ ആ രക്ഷകനെ നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പാപങ്ങളെ ക്ഷമിച്ച് ശുദ്ധീകരിക്കുവാൻ ശക്തനായ ആ രക്ഷകൻ. 14ാം വാക്യത്തിൽ നാം കാണുന്നത്, ഇതാ നീ ഇന്ന് എന്നെ ആട്ടിക്കളയുന്നു, ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ചു ഭൂമിയിൽ ഉഴന്നലയുന്നവനാകും, ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞു. ദൈവസന്നിധിയിൽ നിന്ന് എങ്ങനെയെങ്കിലും മറഞ്ഞിരിക്കണമെന്നാണ് കായിൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും അതുതന്നെയാണ് സംഭവിച്ചതും. എന്നാൽ ദൈവം അവനെ സംരക്ഷിക്കുന്നത് ശ്രദ്ധിക്കുക. ഇത് വിചിത്രമായി തോന്നുന്നില്ലേ? ദൈവം ഒരു കൊലയാളിയെ അഥവാ ഒരു കുറ്റവാളിയെ സംരക്ഷിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 4ാം അധ്യായത്തിൻ്റെ 15ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവ അവനോട്, അതുകൊണ്ട് ആരെങ്കിലും കായിനെ കൊന്നാൽ അവന് 7 ഇരട്ടി പകരം കിട്ടും എന്ന് അരുളി ചെയ്തു. കായിനെ കാണുന്നവർ ആരും കൊല്ലാതിരിക്കേണ്ടതിന് യഹോവ അവന് ഒരു അടയാളം വെച്ചു.
ആ അടയാളം എന്തായിരുന്നു എന്നെനിക്കറിയില്ല. ഇത് സംബന്ധിച്ച് വളരെയധികം ഊഹാപോഹങ്ങളുണ്ട്. അതിൻ്റെ പുറത്ത് എൻ്റെ ഊഹാപോഹം കൂടി ഞാൻ ഇടേണ്ടതുണ്ടോ? എന്നാൽ ദൈവം കായീനെ സംരക്ഷിക്കുന്നു. ഈ പറഞ്ഞ സമയത്ത് ന്യായപ്രമാണം ഒന്നും നൽകിയിരുന്നില്ല. കായീൻ ഒരു പാപിയായിരുന്നു, എന്നാൽ അവനൊരു ലംഘനക്കാരനല്ലായിരുന്നു. കാരണം കൊലപാതകം സംബന്ധിച്ച് യാതൊരു പ്രമാണവും നൽകിയിരുന്നില്ലല്ലോ. അവൻ്റെ ഏറ്റവും വലിയ പാപം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ദൈവത്തിന് അംഗീകാരയോഗ്യമായ വഴിപാട് അവൻ കൊണ്ടുവന്നില്ല എന്നതത്രേ. അവൻ കൊണ്ടുവന്നതിൽ അവൻ്റെ പ്രവർത്തനം ദുഷ്ടത നിറഞ്ഞതായിരുന്നു. തൻ്റെ സഹോദരനെ കൊന്നുകളഞ്ഞതിലൂടെ ആ ദുഷ്ട സ്വഭാവം അവൻ വെളിപ്പെടുത്തി എന്നേ ഉള്ളൂ. ഇനിയും കായീൻ്റെ സന്തതികളെക്കുറിച്ച് അത്രേ ഇവിടെ പറയുന്നത്. കായീൻ ദൈവത്തിങ്കിൽ നിന്ന് മാറി ദൈവത്തെ കൂടാതെയുള്ളൊരു സംസ്കാരം സ്ഥാപിക്കുന്നതായി നാം കാണുന്നു. കായീൻ്റെ സന്തതികൾ ദൈവത്തെ തള്ളിക്കളയുന്നു. 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അങ്ങനെ കായീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. ഈ നോദ് എവിടെയാണെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. എന്നാൽ സഭയിൽ സജീവമായി പങ്കുകൊള്ളുമ്പോൾ തന്നെ നോദ് പ്രദേശത്ത് പാർക്കുന്ന അനേകരെ എനിക്കറിയാം. ഈ സ്ഥലം എവിടെയാണെന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. അതേക്കുറിച്ച് കുറേ അനുമാനങ്ങളുണ്ട്. എന്നാൽ നാം വായിക്കുന്നത് കായീൻ ആ സ്ഥലത്ത് പോയി പാർത്തു എന്നാണ്. 17-ാം വാക്യത്തിൽ കായീൻ തൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ചു, ഹാനോക്കിനെ പ്രസവിച്ചു. അവൻ ഒരു പട്ടണം പണിതു, ഹാനോക്ക് എന്ന് തൻ്റെ മകൻ്റെ പേരിട്ടു. അന്നു മുതൽ മനുഷ്യർ ഇതേ കാര്യം ആവർത്തിക്കുന്നതായി നാം കാണുന്നു. ഈ ഹാനോക്ക് നാം പിന്നീട് കാണാൻ പോകുന്ന ഹാനോക്കല്ല എന്ന് മനസ്സിലായല്ലോ. പട്ടണങ്ങൾക്കും തെരുവുകൾക്കുമെല്ലാം തങ്ങളുടെ പേരിടുവാൻ മനുഷ്യർക്ക് എന്നും താല്പര്യമാണല്ലോ. പ്രിയപ്പെട്ടവരുടെ പേരിൽ സ്കൂളുകളും പള്ളികളും മറ്റ് സ്ഥാപനങ്ങളും സ്ഥാപിക്കുന്നത് കണ്ടിട്ടില്ലേ? കായീൻ്റെ വഴിയിലാണെങ്കിലും ദൈവമക്കളാണെങ്കിലും അങ്ങനെ ചെയ്യുവാൻ മനുഷ്യർക്ക് വലിയ താല്പര്യമാണ്. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുക, അതായത് പട്ടണ ജീവിതം ആരംഭിച്ചത് ഇവിടെയാകുന്നു. അവനൊരു പട്ടണം പണിതു. ഹാനോക്ക് എന്ന് തൻ്റെ മകൻ്റെ പേരിട്ടു. മകൻ്റെ പേര് പട്ടണത്തിനിട്ടു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ ഇന്നുള്ള പ്രശ്നങ്ങളിൽ ഏറ്റവും വലുതായ ഒന്നത്ര ഈ പട്ടണങ്ങൾ, ഇല്ലേ? പട്ടണങ്ങൾ ചത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. എന്നിട്ടും ലോകമെമ്പാടുമുള്ള ജനങ്ങൾ പട്ടണങ്ങളിലേക്ക് പടകൂടുന്നതാണ് നാം കാണുന്നത്. 18ഉം 19ഉം വാക്യങ്ങളിൽ നാം കാണുന്നു, ഹാനോക്കിന് ഈരാദ് ജനിച്ചു. ഈരാദ് മെഹുയേലിനെ ജനിപ്പിച്ചു. മെഹുയേൽ മെതുശയേലിനെ ജനിപ്പിച്ചു. മെതുശയേൽ ലാമേക്കിനെ ജനിപ്പിച്ചു. ലാമെക്ക് 2 ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദാ എന്നും മറ്റവൾക്ക് സില്ല എന്നും പേർ. ബഹുഭാര്യത്വത്തിൻ്റെ ആരംഭം ഇവിടെയാകും. ദൈവം ആഗ്രഹിച്ചതിന്, മനുഷ്യന് വേണ്ടി ദൈവം ഒരുക്കിയതിന് വിപരീതമായി ലാമെക്ക് അത് ചെയ്യുന്നു. ബഹുഭാര്യത്വത്തെ ദൈവം അംഗീകരിക്കുന്നതായി ബൈബിളിൽ എങ്ങും കാണുവാൻ കഴിയില്ല. വചനം വ്യക്തമായി പഠിച്ചാൽ ദൈവം ബഹുഭാര്യത്വത്തെ കുറ്റപ്പെടുത്തുന്നതാണ് നാം കാണുന്നത്. അതിനെ തള്ളിക്കളയുന്നത് മാത്രമാണ് കാണുവാൻ കഴിയുന്നത്. അത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്നെ ഒരു ചരിത്രപരമായ രേഖയാകുന്നു എന്നതിനാലാണ്, അല്ലാതെ ദൈവം അംഗീകരിക്കുന്നു എന്നതിനാലല്ല. അങ്ങനെ ബഹുഭാര്യത്വത്തെ ദൈവം അംഗീകരിക്കുമായിരുന്നുവെങ്കിൽ ആദാമിന് എന്തുകൊണ്ട് ഒന്നിലധികം ഹവ്വാമാരെ ഉണ്ടാക്കി കൊടുത്തില്ല? ദൈവവചനം ഈ കാര്യത്തിൽ വളരെ കൃത്യമാണ്. അതിനപ്പുറം പോയിട്ടുള്ള എല്ലാവരും, അതിപ്പോൾ അബ്രഹാമായാലും യാക്കോബായാലും ദാവീദായാലും ശലോമോനായാലും ആരൊക്കെ പോയിട്ടുണ്ടോ, അവരൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ ദൈവഹിതത്തിന് വെളിയിലായിരുന്നു ഇത് ചെയ്തപ്പോൾ. അതിൻ്റെ വില അവർ കൊടുക്കേണ്ടതായി വന്നിട്ടുണ്ട്. അതൊരിക്കലും ശുഭമായി തീർന്നിട്ടില്ല. ഇവിടെ ലാമെക്കിന് 2 ഭാര്യമാർ. ഒന്നാമത് ആദ. ആദ എന്നാൽ ഭൂഷണം അല്ലെങ്കിൽ സുഖം എന്നൊക്കെയാണ് അർത്ഥം. സില്ല എന്നാൽ ഒളിക്കുക എന്നത്രേ. തികച്ചും ലോകപ്രകാരമുള്ള 2 ഭാര്യമാരെയാണ് അവൻ തിരഞ്ഞെടുത്തത്. അവന് പ്രശ്നമുണ്ടായതിൽ യാതൊരു അത്ഭുതവുമില്ല. എന്ത് സംഭവിച്ചു എന്ന് നാം പിന്നീട് കാണുന്നതാണ്. ഇവിടെ ഇതാ ഒരു വലിയ സംസ്കാരത്തിൻ്റെ ആരംഭം, കായിന്യ സംസ്കാരം. 20-ാം വാക്യത്തിൽ നാം കാണുന്നു, ആദാ യാബാലിനെ പ്രസവിച്ചു. അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു. അവൻ്റെ സഹോദരന് യുബാൽ എന്നു പേർ.
അവൻ കൂടാരവാസികൾക്ക് പിതാവായി തീർന്നു. അപ്പോസ്തലനായ പൗലോസിനെ ഒരു കൂടാരപ്പണിക്കാരനായിട്ടാണ് നാം പിന്നീട് കാണുന്നത്. എന്നാൽ ആദ്യത്തെ വീട് പണിയുന്ന കോൺട്രാക്ടറെ ഇവിടെ നമുക്ക് കാണാം. 21 വാക്യത്തിൽ നാം കണ്ട അവൻ്റെ സഹോദരന് യൂബാൽ എന്ന് പേർ. ഇവൻ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു. സംഗീതജ്ഞന്മാരുടെ ആരംഭം ഇവിടെയാകും. ഇന്നത്തെ ആധുനിക സംഗീതങ്ങളിൽ പലതും ശ്രദ്ധിക്കുമ്പോൾ ഇത് തീർച്ചയായും കായീനിൽ നിന്നും ആരംഭിച്ചതാണെന്ന് മിക്കവാറും എല്ലാവരും സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അടുത്ത വാക്യത്തിൽ നാം കാണുന്നത് പ്രത്യേക പണികളിൽ വൈദഗ്ധ്യം നേടിയവരുടെ ഒരു ആരംഭമാണ്. കായീൻ്റെ അതേ പാരമ്പര്യം ലാമേക്കിലും നാം കാണും. എന്താണെന്നറിയാമോ? കൊലപാതകം. 25, 26 വാക്യങ്ങളിൽ നാം കാണുന്നത് ആദാം തൻ്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു. അവളൊരു മകനെ പ്രസവിച്ചു. കായീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിനും ഒരു മകൻ ജനിച്ചു. അവൻ ഏനോഷ് എന്ന് പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ദൈവനാമം വിളിച്ചപേക്ഷിക്കുന്ന മനുഷ്യരുടെ ആരംഭം വാസ്തവത്തിൽ ഇവിടെയത്രേ നാം കാണുന്നത്. 4-ാം അധ്യായത്തിൽ നാം കണ്ടുകൊണ്ടിരുന്നത് പലതിൻ്റെയും ആരംഭമാണല്ലോ. എന്നാൽ 5-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ 5 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളിൽ ജലപ്രളയമാണ് വിഷയം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത്, അതായത് 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ലോകസംഭവങ്ങളാണ്. ആദ്യം സൃഷ്ടിപ്പ്, പിന്നീട് മനുഷ്യൻ്റെ വീഴ്ച. 5 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളിൽ ജലപ്രളയം. 5-ാം അധ്യായത്തിൽ ശേത്തിലൂടെയുള്ള ആദാമിൻ്റെ തലമുറകളുടെ രേഖയാണ് നൽകിയിരിക്കുന്നത്. കായീൻ്റെ വംശത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം ദൈവവചനത്തിൽ ഉള്ളതിൽ വളരെയധികം നിരാശപ്പെടുത്തുന്ന ഒരു അധ്യായം തന്നെയാണ്. ഈ അധ്യായത്തിൽ കൂടി നാം പോകുമ്പോൾ ഒരു ശവപ്പറമ്പിൽ കൂടി പോകുന്ന പ്രതീതിയാണ് നമുക്കുണ്ടാകുന്നത്. ദൈവം ആദാമിനോട് പറഞ്ഞു, നീ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്ന നാളിൽ മരിക്കുമെന്ന്. ആദാമിൻ്റെ പുത്രന്മാർ എല്ലാം മരിച്ചു. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം എഴുതി, ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ എന്ന്. ഇനി ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിലേക്കും കൂടി വന്ന് നമുക്ക് 1-2 വാക്യങ്ങൾ നോക്കാം. 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ. ആദാമിൻ്റെ വംശപാരമ്പര്യമാവിത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദാം എന്ന് പേരിടുകയും ചെയ്തു. അവർക്ക് ആദാം എന്ന് പേരിട്ടു എന്ന് പറഞ്ഞാൽ ഹൗവ ആദാമിൻ്റെ പകുതിയായിരുന്നു എന്ന് നാം കണ്ടു കഴിഞ്ഞതാണല്ലോ. ആദാമിൻ്റെ വംശപാരമ്പര്യമാവിത്. ഈ പ്രത്യേക പ്രയോഗം പുതിയ നിയമത്തിൽ നാം പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ആരംഭത്തിലാണ് ഇനിയും കാണുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ വംശപാരമ്പര്യമാവിത്. ഇവിടെ ഇതാ ഈ 2 പാരമ്പര്യം. ഇവിടെ തന്നെ നാം 2 വംശത്തെ കാണുവാൻ ആരംഭിച്ചു കഴിഞ്ഞു. 2 സന്തതികൾ. അവർ അന്യോന്യം പൊരുത്തപ്പെടുന്നുമില്ല. സാത്താൻ്റെ വംശവും ക്രിസ്തുവിൻ്റെ വംശവും. ഇവ തമ്മിൽ ഈ പോരാട്ടം നീണ്ടു നിൽക്കുവാൻ പോകുകയാണ്. നാം ഇനിയും കാണുവാൻ പോകുന്ന വംശം ശേത്തിലൂടെയുള്ളതാണ്. അന്ത്യത്തിൽ ക്രിസ്തു അവതരിക്കുവാൻ പോകുന്നത് ശേത്തിലൂടെയുള്ള വംശത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതായ ഒരു ചിന്തയാണ്. 5-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. ആദാമിന് 130 വയസ്സായപ്പോൾ അവൻ തൻ്റെ സാദൃശ്യത്തിൽ തൻ്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു. അവന് ശേത്ത് എന്ന് പേരിട്ടു. ആദാം 130 വർഷം ഭൂമിയിൽ ജീവിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് അവൻ തൻ്റെ സാദൃശ്യത്തിൽ തൻ്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചത്. ആദാം ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നാം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ കണ്ടല്ലോ. എന്നാൽ ആദാമിൻ്റെ മകൻ ആദാമിൻ്റെ സാദൃശ്യത്തിലാണ് ജനിച്ചത്. 4-ഉം 5-ഉം വാക്യങ്ങളിൽ ശേത്തിനെ ജനിപ്പിച്ച ശേഷം ആദാം 800 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ആദാമിൻ്റെ ആയുഷ്കാലം ആകെ 930 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. നാം ഒരു സെമിത്തേരിയിലൂടെ, ഒരു ശവപ്പറമ്പിലൂടെ നടക്കുവാൻ ആരംഭിക്കുകയാണെന്ന് ഓർക്കണം. ആദാമിൻ്റെ ആയുഷ്കാലം ആകെ 930 സംവത്സരമായിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചു? അവൻ മരിച്ചു. ശേത്തിന് എന്ത് സംഭവിച്ചു? 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവനും മരിച്ചു. ശേത്തിന് ഏനോസ് എന്ന പേരോട് കൂടിയ ഒരു മകനുണ്ടായിരുന്നു.
അവനെന്ത് സംഭവിച്ചു? 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവനും മരിച്ചു. അങ്ങനെ 20-ാം വാക്യം വരെ മരണത്തിൻ്റെ ഒരു പട്ടിക നാം കാണുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മരിക്കുവാനല്ല, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നോടൊപ്പം സഹവസിക്കുവാനാണ്. എന്നാൽ പാപം ചെയ്ത മനുഷ്യൻ്റെ അവസ്ഥ അതാണ് ഈ ശവപ്പറമ്പിൽ നാം കാണുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തിൽ വിശ്വസിച്ചിന്നും ആ നിത്യജീവൻ്റെ അവകാശിയായി തീരുവാൻ സാധിക്കും. ശാരീരികമായി മരിക്കുകയില്ല എന്നല്ല, പിന്നെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് സാധിക്കും. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ഇന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനൊരു അനുഭവത്തിലേക്ക് നിങ്ങളായിത്തീർന്നിട്ടുണ്ടോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഏക മനുഷ്യനിൽ നിന്നുമാണ് ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുന്ന മാനവജാതിയുടെ ഉത്ഭവം എന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ ലോകത്തിലുള്ള പ്രശ്നങ്ങളിൽ ഭൂരിഭാഗവും പരിഹരിക്കപ്പെടും എന്നതാണ് സത്യം. മനുഷ്യന് അന്യോന്യം സ്നേഹിക്കുവാനും കരുതുവാനും ഇതിൽ പരം എന്ത് യാഥാർത്ഥ്യമാണ് ആവശ്യമായിട്ടുള്ളത്? ശത്രുതയുടെയും വെറുപ്പിൻ്റെയും ലോകത്ത് നിന്ന് ദൈവരാജ്യത്തിൻ്റെ മനോഹരമായ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുവാൻ കഴിവുള്ളതാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ ഈ പ്രാരംഭ അധ്യായങ്ങൾ.